ഹായ്, ഹലോ, നമസ്കാരം. ഇന്നത്തെ നിഫ്റ്റിയുടെ കളികൾ. നിഫ്റ്റി ഇന്ന് അത്യാവശ്യം പുട്ട് ഓപ്ഷൻ തന്നെയാണ് റണ്ണിങ്ങിൽ പോയത്. ബെയറിഷായിരുന്നു ട്രെൻഡ് ഓപ്പണിങ്ങിൽ തന്നെ. ഇന്നലെ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് പുട്ട് ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിരുന്നു. അത് ഓപ്പൺ ആയപ്പോൾ തന്നെ താഴത്തേക്ക് എത്തി. പിന്നെ ഓരോ ഹൈകളിൽ പുട്ട് ഓപ്ഷൻ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അതും അത്യാവശ്യം അങ്ങനെയൊക്കെ തന്നെയാണ് പോയത്. ഇന്ന് എൻഡ് വരെ ബെയറിഷ് തന്നെയായിരുന്നു മാർക്കറ്റ്. ഇതിൻ്റെ ഈ വരവിൽ മെയിനായിട്ട് ഇനിയിപ്പോൾ ഒരു സപ്പോർട്ട് എന്ന് പറയാനുള്ളത്, അതായത് നമ്മളിത് ബെയറിഷായിട്ട് കാണുന്നത് കുറച്ചും കൂടി താഴത്തേക്ക് ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് പോകുന്നതാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു ഏരിയ കുറച്ച് സപ്പോർട്ടീവ് ഏരിയ ആണ്. ഇവിടെ എത്തുമ്പോൾ നോക്കിയിട്ട് എടുത്താൽ മതി. കാരണം 25,700 ഇതിന് പ്രീവിയസ്ലി നമുക്ക് കഴിഞ്ഞ മൂവ്മെൻറ്റ് വന്നപ്പോൾ ഇതിനകത്ത് അവിടെ ഒരു ഇതല്ല, ഇതിന് തൊട്ട് മുമ്പത്തെ ആ ഒരു ബെയറിഷ് വന്നപ്പോൾ അവിടെ നമുക്ക് ആ സപ്പോർട്ട് കിട്ടിയില്ല. പൊതുവെ ഉണ്ടാവാറുള്ളതാണ്. ഈ ഒരു മൂവ്മെൻറ്റിൽ നമുക്ക് ഇവിടെ അത് കിട്ടിയില്ല. ഇവിടെ നമ്മൾ ഏകദേശം വിചാരിച്ചിരുന്ന സ്ഥലത്ത് ഈ ഒരു ഏരിയയിലാണ് കിട്ടിയില്ല. എപ്പോഴും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. ഇവിടെയും ഇതിന് പ്രീവിയസിലും ഇവിടെ വന്നിട്ടില്ല. കാരണം ട്രെൻഡ് റിവേഴ്സൽ ഏത് വശത്തേക്കാണോ ആ വശത്തേക്ക് ട്രെൻഡ് ഈ ഒരു 78% റെസ്പെക്റ്റ് ചെയ്യില്ല. എപ്പോഴും റിവേഴ്സലുകൾ ആണ് റെസ്പെക്റ്റ് ചെയ്ത് വരാം. ഇതുപോലെ അടിച്ച് ഏത് വശത്തേക്കാണ് ഇപ്പോൾ ട്രെൻഡ് നടക്കുന്നത് ബെയറിഷ് ആയതുകൊണ്ട് ഇവിടെ കിട്ടുന്ന നിർബന്ധമില്ല. പക്ഷേ ഇവിടെ റിസ്ക് എടുക്കണ്ട. പുട്ട് ഓപ്ഷനൊന്നും ഇവിടെ എടുത്ത് റിസ്ക് എടുക്കണ്ട. പുട്ട് ഓപ്ഷൻ ഇവിടെ എത്തണ വരെ കുഴപ്പമില്ലാണ്ട് റണ്ണാവുമെന്ന് വിചാരിക്കാം. അവിടേക്ക് ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ കുറച്ച് സ്ട്രെങ്ത്ത് കൂടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇത് ഈ ട്രയാങ്കിളിലെ 5th വേവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ 3rd വേവിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു പിടുത്തം വരാറുണ്ട്. ഇപ്പം ഇനി അങ്ങോട്ട് 60 പോയിൻ്റ് കൂടി ഉള്ളൂ. പിന്നെ ഇത് മൊത്തത്തിൽ വരാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് നമ്മൾ മുമ്പ് കരുതിയ ഒരു പോയിൻ്റ് തന്നെയാണ്. ടോട്ടൽ സൈസിൻ്റെ ഏകദേശം ഈ ഒരു പാറ്റേണിൻ്റെ മൊത്തം സൈസ് വരുന്നത് ഏകദേശം 25,300 എന്നൊക്കെ പറയുന്ന ആ റേഞ്ചിലൊക്കെ എത്തുമ്പോൾ അതുപോലെ കണ്ടിന്യൂഷൻ ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. കറക്റ്റ് എഡ്ജുകൾ വെച്ചില്ലെങ്കിൽ അത് പേഴ്സൻറ്റേജൊക്കെ മാറി 25,350 അവിടെയാണ് അതിൻ്റെ റേഞ്ച് നിൽക്കുന്നത്. അതുപോലെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും. അത് ഒറ്റയടിക്ക് വരാതെ മിക്കവാറും ഇങ്ങനെ ഇവിടെ ഒരു സപ്പോർട്ടൊക്കെ എടുത്തിട്ടായിരിക്കും കൂടുതലും വരാൻ സാധ്യത. അത്രേ ഉള്ളൂ. വളരെ ചെറിയ 1 മിനിറ്റിലും ഇതിലിപ്പോൾ ഒന്നുമില്ല. ഇതിൽ ഒഴുക്കലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സെറ്റപ്പ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ ആ ഉദ്ദേശിച്ച റൂട്ടിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഹൈയിൽ നമുക്ക് ബൈ ചെയ്യുക, ഹോൾഡ് ചെയ്യുക, താഴ്ത്തേക്ക് വരുമ്പോൾ വിൽക്കുക, കിട്ടുന്ന പ്രോഫിറ്റ് എടുക്കുക. ഈ ഒരു റാലീനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളൂ. അതിനി നമ്മൾ മറ്റേ 26,200 എന്ന് പറയുന്ന റേഞ്ച് കടക്കണ വരെ ഇങ്ങനെ തന്നെയായിരിക്കും ഇത് പോവുക. ഇതിലിപ്പോൾ സ്റ്റോപ്പ് ലോസ് 26,200 എന്ന് വയ്ക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര ഡിസ്റ്റൻസ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് ചെയ്യുന്നു. ഈ ഒരു റണ്ണിങ് വന്ന് നിൽക്കുന്നത് ഏകദേശം ഈ ഒരു ബേസ്മെൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്ത്, അത് 100% റീട്രേസ് ചെയ്തൊരു ബേസ്മെൻ്റ് ആണ്. അതുകൊണ്ട് അതിന് അത്ര സ്ട്രെങ്ത് ഉണ്ടാവണില്ല. എന്നാലും അതിൻ്റെ 200 നിൽക്കുന്നത് ഏകദേശം 25,750 അവിടെ തന്നെയാണ് നമുക്ക് ഏകദേശം സപ്പോർട്ട് സോണും വരുന്നത്. ട്രെൻഡിൻ്റെ 25,700 ആ റേഞ്ച്. അപ്പോൾ അവിടെ എത്തുമ്പോൾ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ഇട്ട് നോക്കാം. 25,700 എന്ന് പറയുന്ന ഈ റേഞ്ചിൽ എത്തുമ്പോൾ വേണമെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ഇട്ട് നോക്കാം. സ്റ്റോപ്പ് ലോസ് തൊട്ടടുത്ത് തന്നെയായിരിക്കും, ഈ ഒരു റേഞ്ചിലായിരിക്കും. ടാർഗറ്റ് അധികമൊന്നും മുകളിലേക്കില്ല. സ്കാൽപ്പിംഗ് മോഡിലാണ് പോവുക. സ്കാൽപ്പിംഗ് മോഡ് എന്ന് പറയുമ്പോഴും അത്യാവശ്യം മൂവ്മെൻറ്റ് ഇതിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടാർഗറ്റിൽ നിന്ന് ഇറങ്ങാം. 25,800 എന്ന് പറയുന്ന ഫസ്റ്റ് ടാർഗറ്റിൽ നിന്ന് ഇറങ്ങുന്നതാവും ഏറ്റവും ബെസ്റ്റ്. ട്രെൻഡിൽ ഒരു റിവേഴ്സൽ കിട്ടാൻ 25 ഈ ട്രെൻഡ് കണ്ടിന്യൂഷൻ സംഭവിക്കുന്ന സ്ഥലത്ത് ഏറ്റവും നല്ല ഫസ്റ്റ് ടാർഗറ്റിൽ ഇറങ്ങുന്നതാണ്. സെക്കൻഡ് ടാർഗറ്റ് 25,800 വരുന്നത്. ഇവിടെ വരെ വരാം, വന്നിട്ട് തിരിച്ചിറങ്ങാനുള്ള സാധ്യത കൂടുതലുണ്ടാവുക. പക്ഷേ ഈ ഒരു റേഞ്ച് മാത്രം യൂസ് ചെയ്യുന്നതാവും ഏറ്റവും ബെസ്റ്റ് ഇവിടുന്ന് ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ. ശരി, 65 പോയിൻ്റ് ഉണ്ട്. 30 പോയിൻ്റ് അറ്റ് ദ മണിയിൽ കയറി കഴിഞ്ഞാൽ 30 പോയിൻ്റ് പ്രീമിയം കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളേക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിനകത്ത്. ഓക്കെ.